What's up? Moving so guys, ready to play. എനിക്ക് തോന്നണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കണവന്മാരെല്ലാം കിടിലം പയർന്നതാണ്. നമ്മൾ കളിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ തോളി കയറണം. അതാണ് ഒരു കളി. മനസ്സിലായില്ല? അടിച്ച് ഞാൻ തോലക്കല്ല. അതിനെ നോക്കി വരട്ട് വാ എഴുതാൻ സൂര്യൻ വരവായിത ഒരു പൊട്ടുപോലെ കാണാൻ. കിട്ടി. ഇതാണ് നമ്മൾ അടുത്തേക്ക് വരുന്നത്. ഒരു മുറേ വന്ന് പത്തായാൽ ബാബാ തോം അടുത്തേക്ക് വാടാ അകത്ത് കയറി വാ ഒറ്റയ്ക്ക് കണ്ണ് സത്ത് പോവും. സോ ഗൈസ്, ഇനി എൻ്റെ കലിപ്പടങ്ങണില്ലല്ലോ. ഇനി രണ്ടുപേരും കിടക്കണം. ഇവിടെ ഇറങ്ങി അടിച്ചാലേ നടക്കുള്ളൂ. മാറ സുത്തി റോബോ. ദേവണവൻ രണ്ടുപേരും പോകും. മരിച്ച മാറി ഞാൻ പേടിക്കാം. എന്നാ പോയി. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതാടെ എന്നെ അടിച്ചോണ്ടിരിക്കുന്നു. ആടാ മുമ്പിലോടാ ഇടയ്ക്ക് എന്നെ അടിച്ച് ഇതാര് എടി മേളിക്കണില്ലേ അവൻ. ഇവിടെ വീരാ ടീമേറ്റിനാണ് തന്നെ ഇടിക്കണ. രാവിലെ ആയിട്ട് കണ്ണും പിടിക്കില്ലേ ഈശ്വര. ഞാൻ അവൻ അടിക്കില്ലേ. എൻ്റെ ഒരു വെച്ച് ലൈഫൊന്നും ഇല്ല. അപ്പം മിക്കവാറും അടിച്ചുറക്കും എന്നെ. വെറുതെ സിമ്മോനെ എൻ്റെ പേരൊക്കെ എഴുതി കാണിക്കണത്. ഞാൻ ആരാ വാടാ ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ വാ ഇല്ല എറിയിലൂടെ സമയം കൊടുക്കും. വാ ഓക്കെ. ടീമേറ്റ് അവരുടെ കരയണത്. കരയാനെങ്കിൽ ആദ്യമേ നിൽക്കണമായിരുന്നു. ചെന്ന് ചത്തിട്ട് അവസാനം ഞാൻ ഒറ്റയ്ക്കിടന്ന് എന്തെന്ന് പറഞ്ഞു ചെയ്യേ. 3 നേരമൊക്കെ ഞാൻ ഒറ്റയ്ക്കടിക്കുക. ഞാൻ ആര് ബ്ലാഡി ഫുൾ. അല്ലെങ്കിൽ നല്ല തോക്കുക. അല്ല തോക്കുമില്ല. ഒരു കിണ്ടി തോക്കാന്ന് ഞാൻ എന്ത് ചെയ്യാനാണ്? നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമ്മൾ ചെയ്യുള്ളൂ. സൂര്യൻ നീ എൻ്റെ തലേ കയറി തുള്ളു വാ. യൂട്ട്സ് അപ്പ് ബോയ്സ് ആൻഡ് ഗേൾ. എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. നിങ്ങൾ ഇവിടെ ആരുമില്ല. എവിടെയൊന്നും ഇതാവണ അറിയാം. ഞാൻ കയറി അടിച്ചുള്ള പ്രത്യേകം അറിയാവോ? ഞാൻ അപ്പോൾ തന്നെ ചാവും. ഞാൻ എപ്പോഴും ഒതുങ്ങി നിൽക്കാറുള്ളൂ. ഇതുകൊണ്ടാണ് കിട്ടി. ഞാൻ വീഴില്ല. പക്ഷേ വീഴാൻ സമ്മതിക്കില്ല. കണ്ടാ ചെറിയൊരു ഇതിലാണ് ഞാൻ നിൽക്കുള്ളൂ. അതാണ് എൻ്റെ ഇതെന്ത് വെറുതെ ഇവിടെ റേഞ്ച് പോയാ. തക്കടു നീ ഉറങ്ങും. ഞാനല്ലേ അടിച്ചവൻ, വേറെ ആരും അടിച്ചിട്ടാ. ആരുടെ എൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ ഇത് ആരൊക്കെയുടെ ബാക്കിൽ നിന്നൊക്കെ അടിക്കണം. എന്നാൽ ഞാൻ ഇതേ മേളിലൊരു നിൽക്കില്ലേ. താഴെ ഇറങ്ങാം. ബോംബ് പോലല്ലോ. ബോംബുണ്ടാ മണ്ട എടുത്ത് എറിയാവുള്ളതിന്. ഉറങ്ങാം. എല്ലാം ഉറങ്ങി. ടീമേറ്റുള്ള എല്ലാം മണ്ടന്മാരായി പോയല്ലോ. ദേവൃത്തം പറഞ്ഞു. ഇവനെ രക്ഷിക്കാൻ പറഞ്ഞാണ്, അവനെ കണ്ടിട്ട് അടിക്കാൻ പറഞ്ഞാണ്. എന്താ ദേ പോണ അവനും ഉറങ്ങി. ഇഷ്ടപ്പെടേ ഗെയിം തീർന്നു. എന്തൊരു കളിയുടെ ഉമ്മർ കളിക്കൽ. ഇതാണ് ഞാൻ ഉമ്മാരോടെ കയറാത്തത്. സോ ഗൈസ് വെൽക്കം വണക്കം മക്കളെ. അതുപോലെയാണ് വെൽക്കം മക്കളെ. സോ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫ്രീ ഫയർ ഉണ്ടെങ്കിൽ എന്നെ റിക്വസ്റ്റ് ഇടുക. നമുക്ക് 2 പേർക്ക് ഒരു സോളോ കളിക്കാം. 10K 30K എത്രയൊക്കെ വാ. വിഷയമല്ല എനിക്കൊന്നും. പൈസ എനിക്കൊരു വിഷയമല്ല. നിങ്ങൾ ഒരിക്കലും സൂപ്പർ ചാറ്റ് ചെയ്യില്ല കേട്ടല്ലോ. എൻ്റെ GPയുടെ ഇതാണ് QR കോഡാണ് മേളിൽ കൊടുത്തേക്കണം. നിങ്ങൾ ഒരിക്കലും പൈസ നയിക്കില്ല. ഞാൻ വെറുതെ കൊടുത്തിരിക്കുന്നതാണ്. അതൊക്കെ ഒന്നും പൈസ നയിച്ച് കളിക്കാനുള്ള ഗെയിമല്ല. നമ്മളത് കളിക്കുന്നത് ചൂതാട്ടം എന്ന് വേണം പറയല്ലേ. പൈസ കൊടുത്തൊന്നും കളിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയച്ചോ. 3 4 തുമ്പിപ്പൂവിൻ ചെറുതൊട്ടിൽ കെട്ടാനായി മഞ്ഞിൽ നെയ്യും തളിരാട ചാർത്താൻ. ഇതായിരുന്നു മഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഉരുണ്ടൊക്കെ കൊണ്ടതൊക്കെ എന്നിട്ട് അമ്മ തോറ്റില്ല. അതിനകത്തും നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. മുറിവേറ്റ സിംഹത്തിൻ്റെ ശ്വാസം
ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. 3-0 നിൽക്കുമ്പോൾ അവൻ വരും. തൂണ് പിളർന്നും അവൻ അവൻ്റെ ശക്തി കാണിക്കാനായി വരും. ഷേർഖാൻ ധീരാ ധീരാ നിങ്ങൾ വാഴ്വേസ് കടികാരോ, ധീരാ ധീരാ നിങ്ങൾ ആർത്താർത്തും കടികാരോ. സോ ഗൈസ് 3-0 നിൽക്കുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാകുന്നത്. ഇനി അവരറിയും യഥാർത്ഥ പ്ലെയർ ആയിരുന്നു. ഇത് ആരുടെ മെസ്സേജ് എൻ്റെ കിടന്നുണ്ട്. യഥാർത്ഥ പ്ലെയർ ആരെന്നും യഥാർത്ഥ വേട്ട എന്താണെന്നും. ഞാനൊരു കാര്യം ചെയ്തിട്ടാണ് ഈ കളി ഞാൻ ഇവിടെ എവിടെയും കയറി ഇരിക്കുക. അവന്മാർ പോട്ട് അപ്പോൾ നമുക്കറിയാമല്ല അവന്മാരടിക്കുമില്ലെന്നേ. അത് എനിക്ക് തോന്നുന്നു ഇതിൽ ഞാൻ ഇറങ്ങേണ്ട ആവശ്യമില്ല. പിള്ളേരെല്ലാം അടിച്ച് നോക്കിക്കോളും. ഞാൻ ഇറങ്ങേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ഫോക്കസ് ഇട്ടുകൊണ്ടിരിക്കുക. തള്ള പിള്ളേർ സീനാടേ. ഞാനില്ലാതെ അവന്മാരെല്ലാത്തിനും അടിച്ചിട്ട്. പിന്നെ അല്ല ഞാൻ പോവാതെ തന്നെ എൻ്റെ പിള്ളേരെ അടിച്ചിട്ടാണ്ട. അടി 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 സാമ്രാജ്യം തകർത്ത അടിയാവുമാരെ. ഞാനിവിടെ നിൽക്കാം വൻമതിലായി. എടേ ഒറ്റ ചാട്ടം. ജയിച്ചിട്ടേ ഞാൻ ഒരുത്തനെ പോലെ തൊടാതെ തന്നെ നമ്മളെ ടീമേറ്റ് ജയിപ്പിച്ച്. മതി മക്കളാ മതി. ഇനി ഞാൻ ഇറങ്ങി അടിച്ചോളാം. ഇനി നിങ്ങൾ ആരും വരരുത് പ്ലീസ്. നിങ്ങൾ ആരും വരരുത്. ഞാൻ നോക്കിക്കോളാം. അമ്മാരി 4 പേര് ഒരുമിച്ച് വന്നാൽ ഞാൻ നോക്കിക്കോളാം. മാറളിയാ ഇതൊക്കെ എടുക്കണത് വെറുതെ ഒന്നും ഉപയോഗിക്കുകയില്ല. ടൈമിങ് ആവട്ടെ. സോ ഗൈസ് നിങ്ങളാരും പോയെല്ലാവരും ഞാൻ മാറാ. ഞാൻ സീനില്ല. മാറ. നിങ്ങൾ നേരത്തെ എല്ലാവരും അടിച്ച് എനിക്ക് മനസ്സിലായി. ഞാൻ പോയി അടിച്ച് ഇറക്കട്ടെ എല്ലാത്തിനും. മാറ് തക്കടുകളെല്ലാവരും മാറിക്കോ. ഓ ഓ ഓ ഓ ഓ ഓ അടി അവൻ്റെ ഇതിൽ നിന്ന് റീലോഡിങ് ആയി. ഇതേ പറ എടാ ഞാൻ ഇതുവഴി വരാടാ. എന്താടാ മൈക്ക് ഓഫ് ആണ്. അത് ഞാൻ എങ്ങനെ കിട്ടിയില്ലേ. എന്നാ അവിടെ ഒന്ന് നെക്സ്റ്റ്. ഇന്നവിടെ 2 ഞാനാ വീണത്. ഓക്കെ അത് ബോംബൊക്കെ എറിയണം. മരിച്ച് വീണ എന്നെ ബോംബ് എറിഞ്ഞിട്ട് ചത്തില്ലെങ്കിൽ അതിനർത്ഥം അവൻ്റെ പവർ ആലോചിച്ച് നോക്കുക. കൃക്കന്മാരെ എന്നെ കൊന്നിട്ട് പോടാ. അല്ലെങ്കിൽ ഞാൻ എണീച്ച് വരുകൂടാ. മറ്റേ സൂചി ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ അടിച്ചിട്ട് എണീച്ച് വരായിരുന്നു. അതും പോയി. അങ്ങനെ നമ്മൾ കളി തോറ്റിരിക്കുന്നു ഗൈസ്. താങ്ക് യു. ഓക്കേടാ നീ കില്ലാടിയനടാ. നീ അടിപൊളി തന്നെ. നീ എന്നെ കളി ജയിപ്പിച്ച. നീ ഇത്രയല്ലേ എടി ഇത്രയും ഗണഗുണം മെയിൻ അടിച്ചിട്ട് ഞാൻ എന്തിനാ കാണിച്ചു കുട്ടികളെ കിടന്നുണ്ട്. ഞാൻ എന്താ കാണിച്ച് എനിക്കറിയില്ല. നെക്സ്റ്റ് കളി പാടാം. കഴിഞ്ഞ സീസണിലെ കലിപ്പ് കിട്ടക്കുന്നുണ്ട്. പകരം വീട്ടന്നെ ഈ വിരൽ തരിക്കുന്നു. ഹെഡ് ഷോട്ട് അടിക്കണം. കറക്കി അടിക്കണം. ഇരുത്തി അടിച്ച് തുലയ്ക്കണം. എൻ്റെയൊക്കെ നോക്കിക്കോ. കലിപ്പ് തീരണില്ലല്ലോ. ഇന്ന് എല്ലാത്തിനും ഹെഡ് ഷോട്ട്. സുഹൃത്തുക്കളെ ഹെഡ് ഷോട്ട് കണ്ടോളൂ നിങ്ങൾ. കണ്ടിട്ടില്ലെങ്കിൽ വാ കണ്ടോ. അല്ല നമ്മൾ ആദ്യം തോക്ക് വർക്കിംഗ് ആണെന്ന് നോക്കണല്ലോ. ചില തോക്കൊക്കെ ഉമ്മാർ പറ്റിക്കൂടെ. കുണ്ടും തരില്ല ഉണ്ടേയും തരാത്തൊക്കെ ചില. അതാ പറഞ്ഞു ഞാൻ വന്ന് പോയാ. ഇവ എന്താടാ ഒളിച്ച് കളിക്കുന്നത്. എൻ്റെ കളിപ്പില്ലേ ഞാൻ എവിടെ മേളിൽ നിന്ന് ഒരു എനിക്ക് പറന്നൊക്കെ കൊടുത്താടാ. എന്തായാലും അവൻ്റെ അടുത്ത് പോയി തന്നെ. അവൻ്റെ അടുത്ത് പോയി അല്ലെ പിന്നെ കുറച്ച് നേരം ഒന്ന് അടുത്ത് കളി വരണ്ട. ഞാൻ വെറുതെ ആവേശം മുത്താൻ്റെ അടുത്ത് ഓടിപ്പോയതാണ് പ്രശ്നങ്ങൾ. ഇടീ നമ്മളെ ചൊല്ലി ഒരുത്തവിടാ. അവനാണ് യഥാർത്ഥ ധീരൻ. അവന്മാർക്ക് കില്ല് കൊടുക്കാതെ ഇതാ നിന്ന് ചാവണം. വെൽഡൻ തൂത് വന്നിരുവണ വാട്ടിപ്പെണ്ണ് വാട്ടിപ്പെണ്ണ് ഈന കൺമണിയെ നീ നോക്കരുതേ സ്വപ്നങ്ങൾ പാടാൻ വരും പിന്നരച്ച പിള്ളൂ. ഇവിടെ എന്നാലും രാവിലെ കളിക്കുന്നത് സത്യം പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ഇതില്ല ഏട്ടാടേ. സത്യം പറഞ്ഞ എനിക്ക് ഫസ്റ്റ് റൗണ്ട് തന്നെ 2 കില്ല് കിട്ടിയെങ്കിൽ ഞാൻ ഓണായേനെ. ഇനി എന്തൊരു പാടാന്തോ. ഇനി ഓണാവോ എന്തോ. അപ്പോൾ ഞാൻ ഇനി ഉറങ്ങും എന്തോ. മാറ് ദേവറ കിടന്നു പോയാലല്ലേ വേണ്ട. ചാടിപ്പോ ഇനി കുറച്ച് നീന്തിയൊക്കെ പോയിട്ട് വരാം.
എത്ര പേര് അളിയാ, നീ ഫ്രണ്ടിൽ നിന്ന് പോയി അടി വാങ്ങി, ഞാൻ ബാക്കിൽ നിന്നുണ്ട്. ആരെങ്കിലും വീഴുകയാണെങ്കിൽ ഞാൻ എടുത്തോളാം നിന്നെ. പൊക്കോ. കൺവിൻസിങ് ആയ ദയവീണ് പനി നീർന്നില്ലാവിൻ പൂ. എന്നാ ഇത് നിന്നെ രക്ഷിക്ക് ഒരുത്തം വരുമെന്ന് അറിയാം. അവൻ വരുമ്പോൾ അവനെ ഉറക്കും ഞാൻ. ചോര കൊണ്ട് പൊതിയും ഞാൻ. എന്താ ചാവ്. ഇനി രണ്ടെണ്ണത്തിന് ഇടിയുണ്ട്. രണ്ടുകൂടെ ഒരുമിച്ച് വന്ന് കിടാം. വരൂ മക്കളെ വരൂ. നീ ചാവ്. നിനക്ക് മൂടായില്ല. നിന്നെ അവിടെ ഞാനും ചത്ത. ആവേശം വേണ്ടായിരുന്നു. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല. വെറുതെ അവൻ ഇടിച്ചു കൊന്നു. മതിയാക്കി തോക്കിട്ട് വെടിവെച്ച് കൊന്നു. മതിയായിരുന്നു. ശരിയാ, പോയത് പോയി. ഇപ്പം നമ്മൾ റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ ഇടി പോയി. പോട്ട്. ഇവിടെ ആരുമില്ലേ? ഇവിടെ ഇവന്മാർ കാണാനില്ല. അതാണ് പ്രശ്നം. അതിൻ്റെ അകത്ത് കിടക്കണം. ഇവന്മാർ പ്രശ്നം എന്നറിയില്ല. ഇവന്മാർ ഒളിച്ച് അറ്റാക്ക് ചെയ്യണമാരാണ്. നേരിട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഞാൻ ഫുൾ സ്കാൻ ചെയ്ത് പോകണത്. ഇവന്മാർക്ക് ഏതെങ്കിലും ചുമരിൻ്റെ ഇടയിലൊക്കെ ഒളിച്ചിരിക്കും സ്റ്റിക്കറായിട്ട്. എന്നിട്ട് വന്ന് വെടിവെച്ചളയും. പാണ്ടിക്കരിമ്പാറകൾ. അല്ലെങ്കിൽ നേരിട്ടുള്ള യുദ്ധത്തിന് വേണം. നേരിട്ട് എത്തും. ദാ മുമ്പിൽ വന്നിരിക്കണേ. അത് ഇത് യുദ്ധം മകനെ, ഇത് യുദ്ധം മകനെ. കണ്ടത് ഞാൻ വീണു. ഇവിടെ നിന്നാ വിളിച്ചത്. ഇതൊക്കെ ഏതോ ചെവറിൻ്റെ ഇടയിൽ നിന്ന്. മനത്തെ വെള്ളി വീണാനി ചക്കൊട്ടാരം. കാലത്തെ കണ്ട് ഒളിച്ചിൻ്റെ മന്ദാരം. കിളിപ്പെണ്ണിൻ്റെ കൊട്ടാരം. ഇനി എത്ര? 3-0. നേരത്തെ സെയിം സുഹൃത്തുക്കളെ, നേരത്തെ സെയിം ഇതിലെത്തിയിരിക്കുകയാണ്. സെയിം വേവ്. അപ്പോൾ എങ്ങനെയാണ്? യഥാർത്ഥ നായകന്മാരുണ്ടാകട്ടെ. വരട്ടെ വരണം. സാധാരണ എല്ലാം അടിച്ചെടുക്കുക. ഞാനിന്ന് ഇവിടെ എന്തെങ്കിലും നടത്തും, ഇല്ലെങ്കിൽ കത്തിക്കും ഞാനെല്ലാം. മേലെ എടാ ഇതെന്തിനു കാണിക്കണേ? അതൊക്കെ എടുത്തുണ്ട്. എടാ ഇതെന്തെന്നറിയാടാ? ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവമാർ നമുക്ക് വേണ്ടി തോറ്റ് തരൂടെ നോക്കിയോ. അങ്ങനെയല്ലാണ് കാര്യം. 3-0 ചിലവന്മാർ അങ്ങനെ ഉണ്ട്. എതിർ ടീമിലുള്ളവന്മാരെ കണ്ട എതിർ പെണ്ണുപിള്ള എന്നെ ഒന്ന് അടിച്ചിട്ട് വേണം. എന്താടാ ഇത് തിരിഞ്ഞ് അടിക്കാത്ത? നെറ്റ് സ്ലോ ആണോ? കണ്ട എന്താടാ അത്? നെറ്റ് സ്ലോ ആണോ? ഇവ ആരാ ഇവിടെ ഇരിക്കുന്നേ? വേറെ നോക്കിയോട്ട്. ഇത് നെറ്റ് സ്ലോ ആണോ? ഒരുത്തൻ മരിച്ച് കിടന്ന് വിളിക്കുമോ അവൻ്റെ ഗ്ലൂ എന്ത്? ഇവനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് മറിച്ചുകളെ. 3-1. അപ്പം ഞാൻ മാത്രമാണ് ചത്തത്. അപ്പോൾ ഇവന്മാരുടെ കൂട്ടത്തിൽ ബോട്ട് ഞാനാ. സംഭവം ഞാൻ ബോട്ടല്ല കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാർ തോറ്റ് തിരിഞ്ഞിരിക്കുന്നുണ്ടോ? ഇവർ മനഃപൂർവ്വം തോറ്റ് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. അതായത് ഇപ്പോൾ അടുത്ത റൗണ്ടാകുമ്പോൾ അറിയാൻ തോറ്റ് തന്നെയാണ് അല്ലേന്ന്. കാര്യം ഇപ്പം 3-1 ആയതുകൊണ്ട് ചിലപ്പോൾ അവന്മാർ വിട്ട് തന്നേയിരിക്കും, ചിലപ്പോൾ അവന്മാർ വിട്ട് തരാത്തേക്ക്. എന്തായാലും അടുത്ത കളി അറിയാൻ പറ്റും വിട്ട് തന്നെയാണോ അല്ലേന്ന് അറിയാം. അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-0 നമ്മൾ നിന്ന്. എന്നിട്ട് ഈ കളി അവന്മാർ ഒരുത്തിനെ പോലും അടിച്ചിട്ടില്ല. എന്നെ മാത്രം അടിച്ചിട്ട് പാർട്ടികൾ. எங்க இருக்குடா வானம் அது எத்தி பிடிக்க பண்ணானோ, எங்க இருக்குடா தூரம் கிட்ட கூட கூட பகுத்தானோ, தானே தகதானே நானே. നീ മുകിലു മുകിൽ എവിടെടാ? യാറുമേ ഇല്ല. ഇവിടെ എൻ്റെ അറ്റാക്ക് എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും കാണും. എന്നിട്ട് അവന്മാർ അടുത്ത് പോയി നിന്നിട്ട് പ്രതികാരം കിട്ടും. കണ്ടോ ഒരുത്ത മേളിലേക്കണം. ഞാൻ രണ്ടും പോകണം. ഞാൻ കണ്ടു, പക്ഷെ ഞാൻ ഇപ്പോഴൊന്നും അടിക്കില്ല. അവന്മാർ അടുത്ത് പോയിട്ട് അടിക്കും. അല്ലാതെ ചുമ്മാ ദൂരെ നിന്ന് അടിച്ചാലോ അടിയൊന്നും എനിക്ക് ഇഷ്ടമില്ല. മേളിൽ കയറാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പോകുമ്പോൾ
ഇവരെല്ലാം എന്ത് അവിടെ നിൽപ്പുണ്ട്, ഞാൻ കണ്ടു. എല്ലാ എണ്ണത്തിലുള്ള പിരിയണായിട്ട് ദേ വരുന്നുണ്ട്. അടുത്ത് വരും, ഞാൻ നിൻ്റെ അടുത്ത് വന്നടിക്കും. ഇതേ തക്കടു ദേ ചാവും. ബാക്കി അവൻ നോക്കിക്കോളൂ, ഞാൻ പോകേണ്ട ആവശ്യമില്ല. അടുത്ത കാര്യം തക്കടു തക്കിട്ട് പവ കരഞ്ഞു കിയോ ഒട്ടുകത്തേക്കിട്ടിക്കൂ. അല്ലടാ അവന്മാരെ തോറ്റ് തന്നല്ല കേട്ടോ, കാര്യമെങ്കിൽ അവന്മാർക്ക് ഇപ്പം ജയിക്കായിരുന്നു. അവന്മാർ എന്നൊരു ബോട്ടായിട്ട് മാത്രമാണ് കണ്ടത്. ഓക്കെ വെൽ സാരമില്ലടാ. എടാ ഈ സ്ഥലമാണ് നല്ലൊരു അടിപൊളി സ്ഥലം. ഇതിവിടെയൊക്കെ നല്ല ഫൈറ്റ് അടിപൊളിയാണ്. ഇപ്പോൾ അടിപൊളി രസമാണ് ഇവിടെയൊക്കെ പോകാൻ. 3 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു കൊടുക്കളയും. ഇത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അടിക്കാം. എടാ 2 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ചിടൂടാ. പിന്നീട് ഞാൻ പൊതുവെ അങ്ങനെ എന്താ 2 3 ഒന്ന് വാങ്ങി അനുഭവി ഉണ്ടാവാൻ ശടാ. അവനെ എൻ്റെ അടുത്ത് വരുമ്പോൾ നീ അടിച്ചിട്ടടാ. എൻ്റെ തക്കടൂന്ന് ഞാൻ അടിച്ചിടുമെന്നല്ലേ പറഞ്ഞേ. മാറി ഇടിച്ച് കളിക്കിട്ട് ഞാൻ 1 2 ഈ ശക്തിമാൻ ഏതാ അവിടെ. ഓക്കെ ബൈ. ஸோ கைஸ் 3-3 எப்படி இருக்குது? ഒരു കംബാക്ക് எப்படி இருக்குது? ഇതാണ് കംബാക്ക്. ഇതാവണമട്ട കംബാക്ക്. ഇതല്ലേ കംബാക്ക്. ഇതാണ് കംബാക്ക്. എടാ ഇതാണ് കംബാക്ക്. 3-0 നിന്നിട്ട് 3-3 കംബാക്ക്. ഇപ്പോൾ അറിയാം ആരാണ് യഥാർത്ഥ വില്ലനെന്ന്, ആരാണ് യഥാർത്ഥ രാജാവെന്ന്. നിങ്ങൾ വിചാരിക്കും ഞാൻ പേടിച്ച് തിരിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ അതിങ്ങനെയല്ല. പുറകോട്ട് പോയത് മുന്നോട്ട് കുതിക്കാനാണ്. മുറുക നേരെ കയറി അടി തന്നെ. അടി സാമ്രാജ്യ ബാബാ. ആര് ഫ്രണ്ടി വന്നാലും അടിക്കും. ഞാൻ അകത്ത് കയറി അടിക്കും. മിക്കവാറും ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ. ദേവന്ന മകനെ വീണ ഓക്കെ. അവനെ രക്ഷിക്കരുത്. എൻ്റെ താടെങ്കിലും കാണും, എനിക്കൊന്നും വിഷയമില്ല. ദൈനിക്കുന്നു നീയും വീഴും. 2 വീണ. അടി ഇത് അരിവണീറ്റാൻ മുമ്പേ. എന്താണ് നമ്മൾ വീടണിച്ച് കളിക്കുന്നത് 2 കൂടെ. അതേ പിന്നെ നമ്മൾ ജയിക്കാനുള്ള ചാൻസ് കൂടുതൽ. അവേശം കൂടിപ്പോയോ എന്നത് സംശയം. തക്കിട്ട് പവ കരഞ്ഞ് അവന്മാർ 2 ഇവ 1 അടിച്ചിടൂ.